എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ OTT-യിൽ. ധ്യാനം ശേഷം തല്ലൂടിയേച്ച് ആ ധ്യാൻ ആകെ വികൃതിയാണ്. ഓ ഇന്നെന്താ കാട്ടിയെന്നറിയോ? ശേഷാദിന് എന്തിടാൻ നോക്കിയപ്പോ ഞാനായിരുന്നു ഫ്രണ്ടിൽ നിൽക്കാൻ. ഓൻ ശേഷാദിന് എന്തിട്ടപ്പോ ഞാനാ തലടിച്ചാണ്. ഞാൻ എനിക്ക് ഒത്തിട്ട് ചോരണ്ട് വന്നില്ലേ? ചോര വന്നോ? ആ ചോര വന്ന് കട്ട ചോര വന്ന്. ആ ശുക്കൂർ മാമൻ എന്തേ എന്താ പനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയേ? അല്ലെങ്കിൽ അത് കുറ്റബോധം അടിച്ചിടോ? ആരടിച്ച്? കുറ്റബോധം ഞാൻ ചെയ്തത് ശരിയല്ല, പ്രാവശ്യം ചെയ്യണം. എന്താണ്? ഇവിടുന്ന് പോയ കുട്ടികളൊക്കെ ഞാൻ കൊണ്ടുവരും. എല്ലാവരും കൊണ്ടുവരോ? എന്താ ഞാൻ പറഞ്ഞ കേക്കിൽ തോന്നുന്നുണ്ടോ? ബട്ട് ഒരു നിബന്ധന ഉണ്ട്. ഒന്നല്ല, കുറച്ചധികം ഉണ്ട്. ഓർക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനല്ലേ ഉള്ളൂ. എന്താ കേക്കട്ടെ? അതൊക്കെ ഒരു പറഞ്ഞോളൂ. ഒരു ചർച്ചയ്ക്ക് റെഡിയാണെങ്കിൽ ഞാനൊരു കൊണ്ടുവരാം. ഞാൻ റെഡിയാണ്. ആ ചേച്ചി 50 റുപ്യ എന്നാ. ചേച്ചി 50 റുപ്യ തായോ? 50 റുപ്യ പോയേ നീ? ചേച്ചി 50 റുപ്യ എന്നേ. ഒരു കൊണ്ടത് ചിലവൊക്കെ ഉണ്ടേ. ഒരു 50 റുപ്യ ഇട്ടിക്കാം. ചേച്ചി വേണ്ടായോ? ചേച്ചി 50 റുപ്യ. ചേച്ചി അച്ചിട്ടോ ഞാനെന്നെ അടിച്ചിട്ടുണ്ട്. ബാക്കി നമ്മളേറ്റ്. എന്നാ ഓക്കെ. എന്നാ പിന്നെ ഈ ഓരോ വിളിച്ചിട്ട് പോര്. ഓരെ വിളിക്കാനൊന്നുമില്ല. ഏ കേറി വാടാ മക്കളെ. നമ്മള് പിള്ളേര് അപ്പൊ ഇവരോടൊക്കെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ എല്ലാരും വന്നല്ലേ? എന്താ വേണ്ടിച്ച പറഞ്ഞോളി. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് PT പീരീഡ് വേണം. ആ ചൂരലിനോടെ കാണാൻ ലീവ് ലെറ്റർ ചോദിക്കരുത്. ചായ മറ്റോ ലോലിസും ബൂസ്റ്റും വേണം. ഹോംവർക്ക് പാടില്ല. പഠിക്കാനൊന്നും തരരുതേച്ചി, വെയ്യാണ്ടിരിക്കണം. അപ്പൊ നിങ്ങക്ക് പഠിക്കൊന്നും വേണ്ടേ? അതായത് ചേച്ചിയെ സ്റ്റിക്കിനോ അടിനോ സ്റ്റഡിനോ എന്താ പറ്റുമോ? സമ്മതിച്ചു. എല്ലാരും കയറിക്കോളി. ഈ കേറുന്നില്ലേ? ആ ഞാനും കയറിയാണ്. ടീച്ചറെ അപ്പു ഇവിടെ ഉണ്ടായിരുന്നോ എടുക്കാൻ? അവന് ഈ ട്യൂഷൻ വീട് മാറി ഇനി വേറെ ഏതെങ്കിലും ട്യൂഷൻ വീട് പോയാലോ എന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ. അവന് മാറിപ്പോന്നോ നിനക്ക് മാറിപ്പോന്നോ? അല്ല, നമ്മുടെ അമൃത ടീച്ചറിന്റെ ട്യൂഷൻ വീടുള്ളപ്പം ഇനി വേറെ ഏതെങ്കിലും ടീച്ചറെ പഠിപ്പിച്ചാ ശരിയാവും. എന്റെ ട്യൂഷൻ ഫീസ് ഇത്തിരി കൂടുതലാ. ട്യൂഷൻ ഫീസ് അല്ലേ? ഒരു വിഷയമില്ല, അത് അമ്മ വരും. ഇല്ലടാ പിന്നെന്തിനാ അമ്മയെ പണിക്ക് വിടുന്നത്? അതെ, എന്തായാലും എന്റെ സെറ്റാവല്. സെറ്റാക്കലല്ല, അത് ഞാൻ നേരത്തെ കണ്ട്. ജോലി വല്ലതും നടക്കുവോ? കാട്ടുകൂടിയാണല്ലോ. വലിയ പാടാ, ഒന്നും ശരിയാവുന്നില്ല. മടിയായിരിക്കും. മടിയോ? എനിക്കോ? പൈസ കിട്ടുന്ന പരിപാടിയല്ലേ, ഒരു മടിയില്ല. നോ മടി. പിന്നെന്താ നിന്റെ പ്രശ്നം? ജോലിക്ക് വേണ്ടി നടക്കണം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, പിന്നെ 3 ബയോഡേറ്റൊക്കെ ഉണ്ടാക്കാൻ പറയുന്നത്. എങ്ങനെ ശരിയാവനാ? ചൊറ പരിപാടിയാണ്. അല്ല, ജോലി വീട്ടിലേക്ക് കൊണ്ടുതരും. നിന്റെ ഒരു കൂട്ടുകാരൻ പെടുന്ന ഒരു ടാബ് ഉണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ അങ്ങോട്ട് പറയാൻ വന്നതാ. നീ ഒന്നും പറയണ്ട, ആ ടാബ് ആയിട്ട് ഇങ്ങോട്ട് നീ വന്നാ മതി. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ക്ലോസ് ഒന്നും അല്ല, ഒരു സോഡ പിടിച്ച് ബന്ധം മാത്രമേ ഉള്ളൂ. എന്ത് ബന്ധാണെങ്കിലും നീ ആ ടാബ് ആയിട്ട് ഇങ്ങോട്ട് വന്നാ മതി. വിട്ടോ വിട്ടോ ഒന്നുകൂടി ശരിയാവും. പൊക്കോന്ന്. ചേച്ചി ഇതൊക്കെ കേടുന്നല്ലോ. ശരിയാക്കാടി. ഡി അതിനെന്താ പറ്റി? ആ ഫാൻ കേടുന്നാടി. എന്തേ ഇവിടെ ഇരിക്കണോ? എങ്ങണ്ടാ ഇങ്ങോട്ട് വായോ. അമ്മേ നിക്ക്. അമ്മക്ക് എന്തിനാണ് സുധീനെ? ആ വിറകൊക്കെ മഴ തിടക്കൊക്കെ കേറ്റിടണ്ടേ? അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളൂല്ലേ? ഞാൻ എടുത്ത് വെച്ചോളൂ, ഇങ്ങോട്ട് വേണോ? നിക്കവിടെ. അമ്മ ഞാൻ എടുത്ത് വെച്ചോളും. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കണ കണ്ടില്ലേ? ഒരു ചായ എടുത്തു കൊടുക്കും നിങ്ങള്. എന്തേലും കിട്ടാൻ കാത്തുക്ക, ഒരുത്തം വരാനും ഒരാൾ വിളിക്കാനും. അമ്മ പോയി. പോയിക്കോ. എന്താ വിജയ, ട്യൂഷൻ തുടങ്ങിയപ്പോ വരാത്ത ആളും വരാൻ തുടങ്ങിയല്ലോ. ഇനിയോ വരില്ല, ഓനിക്കുള്ളത് ഓള് കൊടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ വന്നല്ലോ അല്ലേ? വന്ന് എന്താ ഡിമാൻഡ്? കാഞ്ഞ വിത്തുകളല്ലേ ഡിമാൻഡ് അവരുടെ? ആ കുൽസുല്ലേ, ഓൾക്ക് പിന്നെ ബൂസ്റ്റ് വേണത്രേ. ബൂസ്റ്റാ? ചേച്ചിയെ ഇവിടെ ആകപ്പാട് ഒരു മതി ഇരിക്കണല്ലോ. അത് നിങ്ങൾ കൊറേ ദിവസമായിട്ട് വരാത്തോട്ട് തോന്നുകയാണ്. അപ്പോ എങ്ങനെയുണ്ട് പുതിയ ട്യൂഷൻ ക്ലാസ് ഒക്കെ?
ഒരു സുഖമില്ല ചേച്ചി, എന്നും ചായ ബിസ്ക്കറ്റ് തന്നെ. മോശം മോശം. എന്താടി ഒന്ന് മാറിത്തായോ? ഇതെന്നെ പണി ഇട്ടിരിക്കണം. എന്നാ ഞാൻ ഇവിടെ ഇരിക്കൂ. എന്റെ ബാഗിലടിച്ചോട്ട് മണ്ടടിച്ചു പൊട്ടിക്കും. എന്നാ ഞാൻ ഇവിടെ എടുക്കും. ചേച്ചി ഇങ്ങോട്ട് നോക്ക്. എന്താ ദേവിയെ? എന്റെ ബാഗും ചവിട്ടണേ. സുപ്ര എണീറ്റിരുന്ന എണീറ്റിരിക്കു സുപ്ര. മറ്റോടത്തില്ലേ അല്ലേച്ചേ എന്താ ഇവിടെ കടിക്കാൻ? ആ പോയോ? എല്ലാരും കൂടെ എങ്ങോട്ടാ? അവിടെ പോയിരിക്കണം. ചേച്ചി ആളെ പടിയാക്കാൻ ആരെങ്കിലും ഒരാൾ പോയി നോക്കിയാ മതി. എടി എന്റെ എഴുത്ത് കഴിഞ്ഞില്ലേ? അതെടാ സസ്യായി. പോടാ. ശ്രേയ എന്താ എഴുതുന്നേ? ഡയറി എഴുതി ചേച്ചി. ചേച്ചി ഓൾ ഇന്റെ ഒക്കെ ഡയറി എഴുതുന്നത്. ഡയറി ഒക്കെ നോക്കിയിട്ടാ എഴുതുന്നേ? ഞങ്ങൾ രണ്ടാളും ഒരേ ക്ലാസ്സിലാ. പിന്നെ എന്താ കുഴപ്പം? ആ എഴുതിക്കോട്ടാ. ഉണ്ണിയപ്പാട്ടാ ഉണ്ണിയപ്പം. ഉണ്ണിയപ്പാണ്. അപ്പൊ എല്ലാവർക്കും സമാധാനം ഇല്ലേ? എന്തോ കഴിച്ചിട്ടുണ്ടല്ലോ. ഞാനൊന്നും കഴിച്ചില്ല. ആ ആട്ടിക ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ടല്ലേ? ഇപ്പൊ ചേച്ചിനോട് അറിയും. ഇതിപ്പോ നഷ്ടായില്ല പഠിച്ചോനെ. ഈ വർത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ണിയപ്പം ചായയാണല്ലോ കൊടുക്കണത്. ഓൾക്ക് അതല്ലാതെ വേറെ എന്താ ഉണ്ടാക്കറിയാ? അതന്നെ വലിയ കാര്യം. ഉണ്ണിയപ്പത്തിന്റെ കൂട്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ടാ പോയില്ലോള്. അതെ. സ്കൂളിൽ ഇപ്പൊ എന്താ പഠിപ്പിക്കണേ? സാധാരണ പോലെ തന്നെ. അങ്ങനെയാണെങ്കിലേ നമുക്കൊന്ന് പഠിച്ചാലോ? പഠിക്കണവണ്ടല്ലേ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നേ. ഓ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള എന്തെങ്കിലും പഠിച്ചാലോ? അതെ, എന്ത് ഇൻട്രസ്റ്റിംഗ് ആയാലും ഇന്നതിൽ കൂട്ടണ്ട. ഇക്ക് മെസ്സേജ് ചെയ്താണ്ട് നമുക്ക് എന്നും മദ്രസ എഴുതാനാണല്ലോ. അന്റെ കൂടെ തന്നെ അല്ലേ കുൽസുവിന് എഴുതാനില്ലല്ലോ. അതെ, അതിനോട് വേറെ ക്ലാസ്സിലാ. നിങ്ങൾ രണ്ടാളും ഒരു ക്ലാസ്സിലല്ലേ? ഞങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നു ചേച്ചി. ഓ മദ്രസയിൽ 2 വട്ടം പൊട്ടി. 5ലാ പഠിക്കണേ. അല്ല എന്തത്ര ചെറുക്കാള് തോലും ചേക്കതിൽ പറഞ്ഞുള്ള എന്നെ. അല്ലെങ്കിലും സ്കൂളിൽ ഏൽപ്പിക്കുമ്പോൾ മാസ്റ്ററിൽ ഏൽപ്പിച്ച എന്ന് എന്തായാലും അത് എടുത്തു വെക്ക്. എന്ത് എന്തെങ്കിലും ചെയ്. ശ്രേയെ പിന്നെ എഴുതാട്ടോ. ഇപ്പൊ എടുത്തു വെക്ക്. എടി കുറച്ചു തന്നെട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കുണ്ണപ്പട്ടിക അറിയില്ലേ? നമുക്കതൊന്ന് നോക്കിയാലോ? ഞങ്ങള് റെഡിയാണ്. എന്നാ ഓരോരുത്തരായിട്ട് ചൊല്ലിക്കോ. അപ്പു 1 into 9 9 2 into 9 27. Oh sorry 18. 2 into 9 18. 3 into 9 27. 4 into 9 equal 36. 5 into 9 equal 45. പറ. 6 into 9 എത്രയാണ്? 54. 54. 7 into 9 63. ഞാൻ അറബിയിലായാലോ? ഈ അറബിയിലൊന്നും പറയണ്ട. കണക്കിൽ മലയാളത്തിൽ പറഞ്ഞ 64, 65, 66, 67, 68, 69. 70. ചേച്ചി ഒന്ന് പറഞ്ഞുതരൂ. എത്ര? 8 9 എത്രയാ? 63. 9 9 81 19 90. വിജി എന്താണ് അങ്ങോട്ട് തിരിഞ്ഞിക്കണത്? കണക്കല്ലേ? എനിക്കിഷ്ടല്ല. അതിനിപ്പോ എന്താ കണക്കായാല്? ഈ കണക്കുള്ള കാരണം ഞാൻ 10ാം ക്ലാസ് ജയിക്കാൻ തന്നെ. ഓ അതാണല്ലേ കാര്യം. അതന്നെ. 1 9 2 9 3 9 4 5 5 8 19 90. എന്ത് 19 90? ഇതിന്റെ ഇടയിൽ ഉത്തരൊന്നുമില്ലേ? ഞാൻ ഉത്തരൊക്കെ പറഞ്ഞല്ലോ. ഒന്നുകൂടെ ചൊല്ലിയ. എനിക്കതറിയുള്ളൂ. ഞാൻ അവളോട് ചോദിക്കും. ദേവി ചൊല്ലിയ. 9 9 2 18 ഇത് ദേവി ഒന്ന് സ്പീഡിൽ ചൊല്ലുവോ? 7, 88, 89, 90. 90 കറക്റ്റാണ്. എല്ലാവർക്കും ഉള്ള എത്തിച്ചേരാ. അവിടെ പോയിരിക്കും. എന്താ പെണ്ണുങ്ങൾക്ക്? അമ്മ പഠിക്കാനൊന്നും കിട്ടാറില്ല. എന്താണേ എന്തെങ്കിലും അടിക്കണ്ടായി കൊണ്ടോ ഞാൻ അടിച്ചരാം. അമ്മ എന്റെ പൗഡർ മൂട് വരുന്നുണ്ട്. അതൊന്ന് അടിച്ചേരണേ. എടി ഉണ്ണിയപ്പത്തിന് 5 ദിവസം പഴക്കണ്ടല്ലോ. കിട്ടുമോ? ആർക്കറിയാ? ശുക്കൂറ എന്റെ ബിസിനസിന്റെ ഒക്കെ അവസ്ഥ എന്താ? അതൊന്ന് ഓർമ്മിപ്പിക്കലമ്മ. അമ്മ ഈ ഉണ്ണിയപ്പത്തിന് ആരാ ഉണ്ണിയപ്പം പേരിട്ട്? എടി എന്നെ സംശയമൊക്കെ തീർത്തെടുത്താ. എന്താ എന്റെ സംശയം? ഉണ്ണിയപ്പത്തിന് ആരാ ഉണ്ണിയപ്പം പേരിട്ട്? ഉണ്ണിയപ്പാന്ന് വെച്ചിട്ട് നാളെ ആരും വരാതിരിക്കണ്ട. നാളെ മുതൽ വെറൈറ്റി പലഹാരങ്ങളായിരിക്കും കേട്ടോ. കേട്ട് വെറുതെ ഇരിക്കണ്ട. അവിടെ ഉണ്ണിയപ്പ ഇരുന്നല്ലോ. അതൊക്കെ തന്നെയാണ് നമ്മള് കഴിക്കുന്നത്. ഈ ഉണ്ണിയപ്പച്ചട്ടി ഏതാന്ന് ഇൻഡോർന്ന് കൊണ്ടുപോയതാണ്. അതെ അതന്നെ അത് ഇത്ര ടേസ്റ്റ് ഇല്ലാത്തത്. ഒരു സുഖമില്ല. ഉണ്ണിയപ്പത്തിന് കാർച്ചോ ഇല്ലേ? ആടി വയറ് ഇടാനാണാവോ? ചേച്ചി നമ്മളെ പറ്റിച്ചു തോന്നണല്ലേ. ചായ ഇപ്പൊ തണുക്കൂട്ടോ. കുമ്മാനെ കാണണം ചേച്ചിയെ. ഉമ്മച്ചി കുറച്ച് കഴിഞ്ഞാൽ വരുവേ.
അങ്ങനെ പറയരുത്. ചായയൊക്കെ കുടിച്ചു കഴിയുമ്പോഴേക്കും വരും. ശരി. എന്റെ അച്ഛന്റെ അച്ഛൻ നാണുവേട്ടെന്ന പേര്. അച്ഛമ്മ പാറൂട്ടിയമ്മ. ഇവര് തമ്മിൽ ഗംഭീര അടിയൊരുസം, നല്ല അടി. അവസാനം തമ്മിൽ വഴക്കായി മിണ്ടാതെയായി. അങ്ങനെ അച്ഛമ്മ എന്ത് വിചാരിച്ച്, അച്ഛനെ ഒന്ന് മിണ്ടിക്കണല്ലോ, ലോകിയാക്കണല്ലോ. അച്ഛമ്മ വൈകുന്നേരം അച്ചാച്ചൻ വരുമ്പോഴേക്കിനും അരിപ്പൊടിയും എന്തൊക്കെയോ ചേർത്തിട്ട് ഒരു ഉണ്ടാക്കി, ഒരു ഉണ്ട. എന്നിട്ട് അച്ചാച്ചൻ വരുമ്പോ അച്ചാച്ചന് കൊടുത്തപ്പോ അച്ചാച്ചൻ എന്താ വിചാരിച്ചേ, കോഴിമുട്ടയുടെ ഉണ്ണിയാ വിചാരിച്ചിട്ട് അത് വേഗം വായലിട്ടപ്പോഴാണ് കോഴിമുട്ടയുടെ ഉണ്ണിയല്ലല്ലോ, എന്തോ ഒരു അപ്പാണ്. അപ്പൊ അവിടുന്ന് അങ്ങടെ എല്ലാരും പറയും പാറൂട്ടിയമ്മയുടെ ഉണ്ണിയപ്പല്ലേ. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ പാറൂട്ടിയമ്മ മാറി ഉണ്ണിയപ്പായി. അത് ശരി. അപ്പൊ അങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടായത്. അതാണ് ഉണ്ണിയപ്പത്തിന്റെ ചരിത്രം. ഇപ്പൊ മനസ്സിലായ? അതങ്ങനെയാണ്. നാച്ചു, എന്താ പറ്റിയേ? ഉമ്മച്ചിപ്പോ വരൂലേ? ഷുക്കൂറെ വന്ന എന്റെ അനിയനല്ലേ? എന്താടാ എന്തിനാടാ കാര്യണ്? എന്ത് കരച്ചിൽ? കുറെ നേരമായില്ല കരച്ചില് കേക്കണേ. ഏത് കുട്ടി അവിടെ അങ്ങനെ കരയണ്? അതാ അമീറാന്റെ കുട്ടിയെ തോന്നണട്ടാ. അതെല്ലേ. അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പൊ തന്നെ ചെറുപ്പത്തിൽ കുട്ടികളെ കൊടന്നാക്കണത്? വല്ല കാര്യമുണ്ടാ? ഇപ്പൊ തന്നെ ഡോക്ടർ എഞ്ചിനീയറും ആക്കാന്നുള്ള ഭാവത്തിലാ കൊടന്നാക്കണത്. നല്ല മോനല്ലേ, കരയല്ലേ? ഉമ്മച്ചിപ്പോ വരൂടാ. അതെന്തിനാടാ കാര്യണ്? കരയണ്ടാ. നിങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞവനെ കരയിപ്പിക്കല്ലേ? എന്താണ് ഇവിടെ ഒരു ബഹളം? അത് നാച്ചു ഉമ്മാനെ കാണണം, വീട്ടിൽ പോണെന്നൊക്കെ പറഞ്ഞ് കരയാ. നാച്ചോ എന്താ നാച്ചുവോ? എന്തായാലും ഈ കൊണ്ടായി കൊടുത്താളെ. എന്നാ ഇന്നത്തെ ട്യൂഷൻ കഴിഞ്ഞിട്ടാ, എല്ലാരും പോയിക്കോ. നാളെ ചൊല്ലാം. എല്ലാരും പോയിക്കേ. നാളെ എല്ലാരും പോരിട്ടോ. ഞാൻ പോകട്ടാ. അയ്യോ കരയണ്ട, പോവാ. എല്ലാരുടെ കൂടെ വരും, ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. എന്താ ഇവിടെ കാണിക്കണേ? ആ രക്ഷസൻ നിറച്ചമാരാണ്. നിങ്ങൾക്കത് പ്രാന്താണോ? ഇതൊന്നും ഉണ്ടായിരുന്ന ദേവിയെ, അതാ പ്രേതത്തെ നിറച്ച ആണിയട്ടാ, പ്രേതാണി. അതെങ്ങാനീ പച്ച അന്റെ കഥത്തോടെ തീരും മോളെ. ഇജ്ജ് പറിച്ചടി. അത്രയ്ക്ക് ഗജൊന്ന് പറക്കടാ. നിങ്ങളെ ഞങ്ങളെ മുട്ടമന്ത്രം. ദേവിയെ, അതിലെ രക്ഷസന്റെ മേത്ത് കയറണ്ടട്ടാ. ക്യാരറ്റ് കണ്ട് ക്യാരറ്റ്, എന്നിട്ട് വേണം കുറച്ചാൾക്കാരെ മണ്ടിക്കാന്. എടി പെണ്ണെ, വേണ്ടാത്ത പണിക്ക് വെക്കണ്ട. ഞാനും ഊരാൻ പോവാണ്. ദേവി ഊരല്ലടി. എന്താ പ്രശ്നമില്ലേ? ഒരു കുഴപ്പമില്ലല്ലോ. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞു. ഒരു പ്രശ്നമില്ല. ഈശ്വരാ, ശുക്കൂറ്